എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ രാവിലെ തന്നെ മയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് മയിലിനെ കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, മഴയൊന്നും ഇല്ലാത്ത കാരണം ഇന്ന് രാവിലെ തന്നെ ഇതാ മയിൽ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം മഴയൊക്കെ ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ മയിലിനെ ഒന്നും പുറത്ത് പോലും കാണാനൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഇതാ പശുക്കളൊക്കെ നല്ലപോലെ കുറവായിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ. ഇപ്പം എല്ലാവരുടെയും പുല്ലൊക്കെ എന്തായാലും പൊന്തിയിട്ടുണ്ടാകുമല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പശുക്കളൊക്കെ ഇങ്ങോട്ട് ക്യാമ്പിനകത്തോട്ട് വരുന്നത് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിനകത്തൊക്കെയാണല്ലോ. അതുകൊണ്ട് ഇവിടെ എപ്പോഴും പശുക്കളും അതുപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കുരങ്ങന്മാർ ഇവിടെ എപ്പോഴും ഫ്രൂട്ട്സിൻ്റെ ഏതെങ്കിലുമൊക്കെ സീസൺ ആയിരിക്കുമല്ലോ, ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സിൻ്റെ സീസൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുരങ്ങന്മാരും അതുപോലെ നീൽഗായൊക്കെ വരാറുണ്ട് കേട്ടോ. നീൽഗായൊക്കെ രാത്രിയാണേ വരിക, അങ്ങനെ പകലൊന്നും അങ്ങനെ വരില്ല. പകൽ വരും, വല്ലപ്പോഴും മാത്രം അങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വൈകിട്ട് എപ്പോഴും എന്ന് വെച്ചാൽ രാത്രിയിൽ എപ്പോഴും നീൽഗായൊക്കെ വരുവേ. അപ്പോൾ അതാ നമ്മുടെ അടുക്കളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആട്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഒരു വർഷം മുന്നാട്ടോ, കറക്റ്റ് ഒരു വർഷം മുന്നാണ് അപ്പുറത്തെ സൈഡത്തേക്ക് ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതേ. മോൾ ഭാഗം അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് എന്താ പറയുക, അവർ വന്നിട്ട് സിമെൻ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സിമെൻ്റ് ഇട്ട് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ മൊത്തം പിന്നെയും നമുക്ക് പെയിൻറ്റിങ് ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെയൊക്കെ അവസ്ഥയായിരുന്നു. ഇതെന്തായാലും രാത്രി ആട്ടോ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും തലയിൽ കൂടെ വീണ് ചത്തില്ല ഭാഗ്യത്തിന്. പിന്നെ അതൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടാട്ടോ ഞാൻ ചായയൊക്കെ വെക്കാമെന്ന്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ഒന്ന് അടിച്ച് വാരി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ എന്തായാലും അടുക്കളയിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ. ആ ഗ്യാസിൻ്റെ കറക്റ്റ് ആ ചോട്ടിൽ തന്നെ ആട്ടോ ആ സിമെൻറ്റ് കട്ടയൊക്കെ വീണ് കിടക്കുന്നത്. അപ്പോൾ ഭിത്തിയൊക്കെ പൊളിഞ്ഞ് വീണത് അവിടെയാണ്. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കോവയ്ക്കുപ്പേരി അതുപോലെ ലോക്കീൻ്റെ കറി ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ് ഭക്ഷണമൊക്കെ. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഇന്ന്. അപ്പോൾ അതാ പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ പാലൊക്കെ മേടിച്ച് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഏട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകണമെന്ന് പറയില്ല. അപ്പോൾ അതാ ഏട്ടൻ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും പോകുന്നതിന് മുന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടാട്ടോ പുറത്തോട്ട് ഇറങ്ങുക. അപ്പോൾ അതാ ഏട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എന്താ പറയുക, ഏട്ടൻ്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ആട്ടോ ഞാൻ പോകുന്നത്. BSF ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ആട്ടോ നമ്മുടെ BSF ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ നമുക്ക് അവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് വേണമെങ്കിലും പോകാം, അത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ആട്ടോ. അപ്പോൾ ആ പാലൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ സൈഡിൽ മോൻ കാണാതിരിക്കാനും വേണ്ടി 2-3 മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ കണ്ടു കഴിഞ്ഞാൽ പറയും അവനത് പൊട്ടിക്കണമെന്ന്. ഞാൻ പുഴുങ്ങാനും വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ഇതാ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് തണുക്കാനും വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് വീട്ടുപണികളൊക്കെ ചെയ്തതിന് ശേഷം ഇതാ ഞാനും മോനും കൂടെ കുളിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്കൊന്ന് പല്ല് കാണിക്കാനുണ്ടായിരുന്നു. എൻ്റെ പല്ലിൽ റൂട്ട് കനാലിങ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ മോനെയും കൂടെ കൂട്ടുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ്റെ കൂടെ പോയിക്കോളൂ കേട്ടോ. ഏട്ടൻ്റെ ഓഫീസിൽ പോയി ഇരുന്നോളും. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. അവൻ അവിടെ പോയിരുന്ന് എന്താ വെച്ച് ചെയ്തോളും. കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സൈഡിൽ ഏട്ടൻ്റെ കൂടെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഇതാട്ടോ ഹോസ്പിറ്റൽ. നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. കുറേ പേഷ്യൻസൊക്കെ വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാട്ടോ, നല്ല തിരക്കൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇപ്പം ഉണ്ട് എന്നല്ല, മീൻസ് കാലാവസ്ഥ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, പേഷ്യൻസൊക്കെ ചെറുതായിട്ട് കുറവ് തോന്നുന്നുണ്ട്. കാണുമ്പം ഒരുപാട് പേരെയൊന്നും പുറത്തൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ BSFൻ്റെ ആൾക്കാർ മാത്രമല്ല കേട്ടോ വരിക, പുറത്തുനിന്നുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരും വരുവേ കാണിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഒരിക്കൽ കാണിച്ചു. അപ്പോൾ മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അവിടെ അകത്ത് വേറെ ഏതോ പേഷ്യൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇനിയിപ്പോൾ പോസ്റ്റായിട്ട് കുറേ നേരം ഇരിക്കണം. മോനാണെങ്കിൽ ഏട്ടൻ്റെ കൂടെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ഫോണാണെങ്കിൽ എന്താ പറയുക, ആ ഒരു സമയത്ത് നമുക്കങ്ങനെ ഫോണൊന്നും നോക്കാനൊന്നും തോന്നില്ലല്ലോ. കാരണം എന്താ പറയുക, തൊട്ടടുത്തൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് സൗണ്ട് കേൾക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഫോണൊന്നും അങ്ങനെ യൂസും ചെയ്തില്ല. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിതാ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഇവരുടെ ഓഫീസ് ടൈമും അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ച് നിൽക്കുവാണ്. അപ്പോൾ മോനാണെങ്കിൽ നല്ലപോലെ വിശക്കുന്നുണ്ട്. കാരണം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോഴായിരുന്നു നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പകുതി മഴയിൽ തന്നെ നമ്മൾ ഇറങ്ങി പോവുമായിരുന്നു കേട്ടോ ചെയ്തത്. നമ്മളങ്ങനെ മുഴുവനായിട്ട് മഴ കഴിയാനും വേണ്ടി കാത്തൊന്നും നിന്നില്ല. പിന്നെ എന്താ പറയുക, എനിക്കൊന്നും സംസാരിക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വായി മൊത്തം തരിച്ചിരിക്കുമായിരുന്നു, ഒരു സൈഡ് മൊത്തം തരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഒരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി മിണ്ടാതെ കിടന്നാൽ മതി എന്നുള്ള ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കാരണം ഇനി എനിക്ക് എന്തായാലും പോയി കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഏട്ടനും മോനും ഒക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, ഇന്ന് രാവിലെ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് നമ്മുടെ വീട്ടിലത്തെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് ഓടിപ്പിടിച്ച് പോയി ഗ്യാസൊക്കെ മേടിച്ചിട്ട് വന്ന് എന്നിട്ടാണെങ്കിൽ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ
എന്താ പറയുക അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അതാ എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ 1-2 തവണ മയക്കി എടുത്താണ്. അപ്പോൾ അത് ഒന്നും കൂടെ എടുത്തിട്ടൊന്ന് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്നും കൂടെ മയം വരാനും വേണ്ടിയിട്ട്. മോനും മോൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ രാത്രി കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് പോയിട്ട് എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തിയും അതുപോലെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ എന്താ പറയുക ലോക്കി കറി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് തന്നെ കേട്ടോ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം കണ്ട വീഡിയോ ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. എനിക്ക് വായിൽ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വോയിസ് ഓവറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് സ്കൂളിലെ ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഈസി പാലപ്പം പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അത് കേരള സ്റ്റോറിൽ പോയപ്പോൾ മേടിച്ചാണ്, കുറേ ദിവസം കൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്താ പറയുക കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി അതുപോലെ സ്റ്റൂ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ആയിരുന്നേ. പിന്നെ ഇതാ മോനെ റെഡിയാക്കിയത് മൊത്തം ഏട്ടൻ തന്നെ ആയിരുന്നു കേട്ടോ. കുളിപ്പിച്ചതും ഡ്രസ്സിങ് ചെയ്ത് കൊടുത്തതും എല്ലാം ഏട്ടൻ തന്നെയാണ്. ഇത്രയും ദിവസം തോന്നിയ പോലെ എണീക്കുക, തോന്നിയ പോലെ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ട് കേട്ടോ പോയിരിക്കുന്നത്. കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ പ്ലേറ്റുകളിലൊക്കെ ഞാനും ഏട്ടനും കൂടെ തന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ അവനെയും അവൻ്റെ എന്താ പറയുക തൊട്ട് വീട്ടിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അവരെ രണ്ടുപേരും കൂടെ നമ്മൾ അവരുടെ സ്കൂട്ടിയിലാട്ടോ കൊണ്ടേയാക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പം ഏട്ടൻ ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരേ പണിയിലാട്ടോ. എന്താ പറയുക മുറ്റത്ത് അങ്ങനെ പുല്ലൊക്കെ പൊത്തിയിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. മധ്യപ്രദേശിൽ നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മളിരിക്കുന്ന അവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇതാ പുല്ലൊക്കെ പൊത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ഇങ്ങോട്ട് പശുക്കളെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക ഇതൊന്നും അങ്ങോട്ട് ആരും കഴിക്കാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൊത്തം പുല്ലാണ് കേട്ടോ. അത് മാത്രമല്ല ഇത് നേരാക്കി വൃത്തിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇഴജന്തുക്കളൊക്കെ കൂടുതലാണ്. അട്ട അതുപോലെ പാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ ഒരു ചുറ്റുഭാഗവും വൃത്തിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രൗണ്ടും എന്താ പറയുക ഇന്നലെ വന്നിട്ട് മെഷീനൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട്. കാര്യമായിട്ട് വെയിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ അതാ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ തുണിയാണ്, ഇനി ഉണങ്ങി കിട്ടിയിട്ടില്ല. പിന്നെ അതാ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനൊരു മോര് കറി വെച്ചതാട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോയി. അപ്പോൾ അതാ ഞാൻ കുറച്ച് ദാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാലൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ദാല് ഞാൻ ആ ഒരു ലാസ്റ്റ് ടൈമിലാട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ രാവിലെ തന്നെ ക്യാരറ്റും അവരയ്ക്കും കൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല ചോറ് ഞാൻ പൊന്നിയരിൻ്റെ അരിയായത് കാരണം നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മട്ടേരിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ കേരള സ്റ്റോറിൽ പോയിട്ട് വേണം മേടിക്കാൻ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് രാത്രിയാണ് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.